എന്തുകൊണ്ടായിരിക്കാം തിരുവനന്തപുരം ഇന്ത്യയുടെ അടുത്ത വളർച്ചാ നഗരം എന്നറിയപ്പെടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഇന്ത്യയുടെ അടുത്ത വളർച്ച ബാംഗ്ലൂരോ ഹൈദരാബാദിലോ മുംബൈയിലോ അല്ല. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കടലോരത്ത് ശാന്തമായി കിടക്കുന്ന ഒരു നഗരത്തിൽ നിന്നാണ്. ഒരു ഡീപ് സീ ഇന്റർനാഷണൽ പോർട്ട് പ്രവർത്തനക്ഷമമാകുന്ന നഗരം. വെറും 15 മിനിറ്റ് ദൂരത്തിൽ ഇന്റർനാഷണൽ എയർപോർട്ടും ഗ്ലോബൽ കണക്ടിവിറ്റി ഓരോ ദിവസവും ശക്തമായി വളരുന്ന ഒരു നഗരമായി തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗകര്യങ്ങൾ അതിവേഗം പരിവർത്തനം ചെയ്യപ്പെടുന്ന തിരുവനന്തപുരത്ത് ഇപ്പോഴും ഇന്ത്യയിലെ മറ്റു മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് ഭൂമി വില വളരെ കുറവാണ്. ഇതാണ് തിരുവനന്തപുരം, ഒരു വലിയ മാറ്റത്തിനായി ശബ്ദമില്ലാതെ ഒരുങ്ങുന്ന ഒരു നഗരം. എല്ലാം മാറ്റാനായി ഒരു പോർട്ട്. ദശകങ്ങളായി ഇന്ത്യ സിംഗപ്പൂർ, കൊളംബോ, ദുബായ് തുടങ്ങിയ വിദേശ തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് ചരക്കുകൾ ലോകത്തിലേക്ക് അയച്ചിരുന്നത്. വിഴിഞ്ഞം തുറമുഖം ഇനി അത് മാറ്റാൻ പോകുകയാണ്. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ഗതാഗത പാതയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ വളരെ കുറച്ച് തുറമുഖങ്ങൾക്ക് മാത്രമുള്ള നാച്ചുറൽ ഡെപ്ത് തിരുവനന്തപുരം തുറമുഖത്തിനുണ്ട്. ഇത് വെറുമൊരു തുറമുഖ പദ്ധതിയല്ല, മറിച്ച് തുറമുഖങ്ങൾ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യും. അതുവഴി ലോജിസ്റ്റിക് പാർക്കുകൾ, വെയർഹൌസുകൾ, ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, കയറ്റുമതി വ്യവസായങ്ങൾ, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരം ഇപ്പോഴും വേണ്ടത്ര വിലമതിക്കപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നില്ലേ? ലോകോത്തര സ്ഥാപനങ്ങൾ, IT എക്കോസിസ്റ്റം, ഇന്റർനാഷണൽ എയർപോർട്ട്, ഇപ്പോൾ ഒരു ഗ്ലോബൽ പോർട്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും തിരുവനന്തപുരത്തെ ഭൂമി വില മറ്റുള്ള നഗരങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ബാംഗ്ലൂരും ഹൈദരാബാദും വളർച്ച ശ്രദ്ധിക്കപ്പെട്ടത് വില ഇതിനകം കുതിച്ചു കഴിഞ്ഞ ശേഷമാണ്. തിരുവനന്തപുരം ഇപ്പോഴും ഒരു പക്ഷേ ആ സൈക്കിളിന്റെ ആദ്യഘട്ടത്തിൽ നിൽക്കുകയാണ്. ചരിത്രം പറയുന്നത് ഇങ്ങനെ: ആദ്യഘട്ട ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഫ്യൂച്ചറിൽ വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കും. സാങ്കേതിക വിദ്യ, പ്രതിഭ, അറിവ്. വർഷങ്ങളായി പലരും തിരുവനന്തപുരത്തെ ഒരു ഭരണനഗരമായി മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷേ അതിന്റെ അടിത്തട്ടിൽ ഒരു ശക്തമായ അറിവിന്റെയും നവീകരണത്തിന്റെയും ലോകം നിശബ്ദമായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ടെക്നോ പാർക്ക് 1989 ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ IT പാർക്ക് ഇന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കുകളിലൊന്നാണ്. ശക്തമായ വിദ്യാഭ്യാസ മേഖല, ഉയർന്ന സാക്ഷരത, വളർന്നു വരുന്ന സ്റ്റാർട്ടപ്പ് കൾച്ചർ, ഇതൊക്കെ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ പ്രൊഫഷണലുകൾ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഇങ്ങനെയാണ്: ഞെരുങ്ങിക്കൂടിയ മഹാനഗരത്തിൽ ജീവിക്കുന്നതിനു പകരം ജീവിത ഗുണനിലവാരവും ശാന്തതയും പ്രകൃതി ഭംഗിയും ഒപ്പം വളർച്ചാ അവസരങ്ങളും ഒരുപോലെ കിട്ടുന്ന തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാലോ? ഈ ചിന്തയിലെ മാറ്റമാണ് ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ ദീർഘകാല ശക്തി. ഇന്ന് സമ്പത്ത് എന്നത് വെറും പണം മാത്രമല്ല. ശുദ്ധവായു, ഇടം, മനസമാധാനം, ചുരുങ്ങിയ യാത്രാദൂരം, സുരക്ഷ, ഇതൊക്കെ ആളുകൾ ഇന്ന് ഒരുപോലെ വിലമതിക്കുന്നു. ഇതെല്ലാം കാത്തുസൂക്ഷിക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം. ചുരുങ്ങിയ ദൂരത്തിനുള്ളിൽ തന്നെ ടെക് ഹബ്, കടൽ തീരം, ഗ്രാമീണ ഭംഗി, ഹോസ്പിറ്റൽ, കോളേജ് എന്നിവിടങ്ങളിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം. ഈ ബാലൻസ് ജീവിതശൈലി വരാനിരിക്കുന്ന വർഷങ്ങളിൽ അതീവ വിലമതിക്കപ്പെടുന്ന ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. വർഷങ്ങളോളം നിരവധി പ്രവാസികൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അടിസ്ഥാനമാക്കിയായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നത്, പലപ്പോഴും ഉപയോഗിക്കപ്പെടാതെ പോകുന്ന വലിയ വീടുകൾ പണിതുകൊണ്ട്. ഇന്ന് ഒരു വിഭാഗം മലയാളികൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ്, മാനേജ്ഡ് പ്രോപ്പർട്ടീസ്, റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റീസ്, പ്രീമിയം കൺട്രി സൈഡ് ലിവിംഗ്, ഫ്യൂച്ചർ ഗ്രോത്ത് കോറിഡോർസിന് സമീപമുള്ള ലാൻഡ് ബാങ്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്നത്തെ പുതിയ പ്രവാസി നിക്ഷേപകർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കേരളം ഒടുവിൽ ഒരു ഹൃദയ നിക്ഷേപം മാത്രമല്ല, ബുദ്ധിപൂർവമായ ഒരു സാമ്പത്തിക തീരുമാനം കൂടിയാകുമോ? ഒരൊറ്റ പദ്ധതിയല്ല, ഒരു കൂട്ടം ശക്തികൾ. ചരിത്രത്തിൽ ഒറ്റ ഒരു പ്രോജക്റ്റ് കൊണ്ടല്ല ഒരു നഗരം മഹത്തരമായ വളർച്ച കണ്ടത്. യഥാർത്ഥ മാറ്റം വരുന്നത് ഒന്നിലധികം ഡെവലപ്മെന്റ് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. പോർട്ട്, ഹൈവേ, എയർപോർട്ട്, ടൂറിസം, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതൊക്കെ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു നഗരത്തിന്റെ ഗതി മാറുന്നത്. തിരുവനന്തപുരം ഇന്ത്യയുടെ അടുത്ത വളർച്ചാ നഗരം. ഏറ്റവും വലിയ അവസരങ്ങൾ ഒരുപക്ഷെ ഇതിനകം ഉയർന്ന നഗരങ്ങളിലല്ല കിടക്കുന്നത്, മറിച്ച് ശബ്ദമില്ലാതെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നഗരങ്ങളിലാണ്. തിരുവനന്തപുരം ആ യാത്രയുടെ ആദ്യഘട്ടത്തിലാണ്. ലോങ് ടേം ട്രാൻസ്ഫോർമേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ സൈക്കിൾസ്, ലൈഫ് സ്റ്റൈൽ ഡ്രിവൺ മൈഗ്രേഷൻ എന്നിവ മനസ്സിലാക്കുന്നവർക്ക് വരാനിരിക്കുന്ന ഡെക്കേഡ് നിർണായകമായേക്കാം. ഇത് വെറും പ്രോപ്പർട്ടി വാങ്ങലിനെ കുറിച്ചല്ല, ഭാവി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് തിരിച്ചറിയുന്നതിനെ കുറിച്ചാണ്.